ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് ദിവസവും ഓരോ സ്പൂൺ വെച്ചിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ 250 കപ്പിന് 1 കപ്പ് കറുത്ത എള്ള് ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. എള്ളിന് അത്യാവശ്യം നല്ല അഴുക്കുണ്ടാവും, അതുകൊണ്ട് 3-4 പ്രാവശ്യം നമുക്ക് നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം. എള്ള് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. രക്തക്കുറവുള്ളവർക്കും കാൽസ്യക്കുറവുള്ളവർക്കും ഒരുപാട് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എള്ളിന്. അങ്ങനെ ഈ എള്ള് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാർന്ന് കിട്ടണം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 250 കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കിട്ടിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതുപോലെ ഒരു കടായി സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച എള്ളങ്ങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ വെള്ളം മുഴുവനായിട്ടും പോയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. എള്ള് നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. എള്ള് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കടായിലെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി അതേ കടായിലേക്ക് തന്നെ നമുക്ക് 250 കപ്പിന് 1/2 കപ്പ് അവലിട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് മട്ട അരിയുടെ അവൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതും നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ള അവലും അതുപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ള അവലൊന്നും എടുക്കരുത്. ഈ ഒരു അവൽ തന്നെ ഇതിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതും പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് കടായി ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 250 കപ്പിന് തന്നെ 1/4 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടണം. അങ്ങനെ ഇപ്പോൾ ഇതാ തേങ്ങ നമ്മൾ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ശർക്കരപ്പൊടി ആയതുകൊണ്ടാണ് അരിക്കാതെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മുഴുവനായിട്ടുള്ള ശർക്കരയാണ് എടുത്തിനെങ്കിൽ അത് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അങ്ങനെ ഇതിപ്പം നമുക്കിവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച എള്ള് മുഴുവനായിട്ടും അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച അവലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ ചുക്കുപൊടി, കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി,
ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള വെള്ള അവൽക്കൂട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ദിവസവും കുറേശ്ശെ എടുത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. ഇത് നമുക്ക് കുറച്ച് ദിവസമെല്ലാം ആണെങ്കിൽ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. അല്ല ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.